എൻ്റെ റിസർച്ച് പേപ്പർ വാസ് മീഡിയ സൈക്കോളജി. ആൾക്കാർ എന്തിനാണ് SMS അയക്കുന്നത് എന്നുള്ളത്. പല രീതികൾ ഓരോ TGയിലും വ്യത്യാസമുണ്ട്. അതായത് ഒരു ടാർഗറ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ മലയാളി സമൂഹം പൊതുവെ തെറ്റ് പറയാൻ, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, അതായത് ഇരിക്കുന്ന നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഒരു ആവേശമാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. 2, എൻ്റെ പേര് എല്ലാവരും പറയുന്നത് കേൾക്കണം. മൂന്നാമതായിട്ട് വരുന്നത് ഈ ഇരിക്കുന്ന ആ വ്യക്തിനേക്കാളും ഞാൻ ബെറ്ററാണ് എന്നൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ടാണ്. മറ്റ് പല സമൂഹങ്ങളുടെയും ടാർഗറ്റ് ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ അവർ ഫണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ ചെയ്യുന്നത് നമുക്ക് കുറ്റം പറയാനും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പൊതുവേ ഇപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ PMAൻ്റെ ബുക്സ് മലയാളത്തിലില്ല. ബാക്കി എല്ലാ ഭാഷകളിലും ഇപ്പോൾ സ്വാമി സുഖബോധാനന്ദയുടെ മൈൻഡ് റിലാക്സ് പ്ലീസ്, മനസ്സെ റിലാക്സ് പ്ലീസ്, ഇത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അങ്ങനെ ഡെയിൽ കാർനെഗിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വായിക്കപ്പെടും. അത് ഇംഗ്ലീഷിൽ വായിക്കും. പക്ഷേ അതെ ജിദ്ദുവിൻ്റെയും ഇംഗ്ലീഷ് പുസ്തകങ്ങളാകുമ്പോൾ വായിക്കും, ഇങ്ങോട്ട് വായിക്കില്ല. അതെ, മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത് അതൊരു സാഡ്. പക്ഷെ അതേസമയം ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നും അത് തിരുത്തപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞൊരു അധ്യായത്തിൽ പ്രശസ്തനായ തിരക്കഥാകൃത്ത്, കഥാകാരൻ, എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകനൊക്കെയായ നമ്മുടെ സുനീഷ് വാരനാട് പങ്കെടുത്തിരുന്നു. അദ്ദേഹം വേണുമാധവനെയാണ് വിചാരിച്ചത്, ഇന്ത്യൻ മിമിക്രിയുടെ പിതാവായ വേണുമാധവനെയാണ് വിചാരിച്ചത്. ഞാൻ വേണുമാധവനെ കണ്ടെത്തി, എനിക്ക് വളരെ സന്തോഷം കിട്ടി. കാര്യം ഞാനത് കണ്ടെത്തി ആലോചിച്ച് വേണുമാധവനിലേക്ക് എത്താൻ പറ്റി എനിക്ക്. ഞാനപ്പോൾ ശിവഗംഗൈ സേതുരാശിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ എപ്പിസോഡ് യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് താഴെ ഒരുപാട് പേർ അഭിനന്ദിച്ചുകൊണ്ട് കമൻറ്റുകളുണ്ട്. പക്ഷേ ഒരു സുഹൃത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചത് ഈ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ ആ കമൻറ്റുകൾ വായിച്ച് നമ്മൾ ഈ നല്ല അഭിനന്ദനങ്ങളൊക്കെ വായിച്ച് പുളകം കൊള്ളുന്നത് പുരുഷനും സ്ത്രീക്കുമൊക്കെ സ്വാഭാവികമാണ്. നല്ല പൊട്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഇഷ്ടപ്പെടും, ഇത് നമുക്ക് ഇഷ്ടപ്പെടും, ഇതാ പറഞ്ഞത്. അപ്പോൾ ഒരു സുഹൃത്ത് എഴുതിയിരുന്നു, പക്ഷേ പ്രദീപിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രദീപ് വെൻട്രിലോക്കിസം എന്നാണ് പറഞ്ഞത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വന്നൊരു തെറ്റാണ്, അവിടെയാണ്. എങ്കിലും അത് നിരീക്ഷിച്ച് കണ്ടെത്തിയ ആ സുഹൃത്തിനോട്, ആ സാമൂഹ്യ മാധ്യമത്തിൽ ആ കമൻറ്റ് രേഖപ്പെടുത്തിയ എനിക്ക് പേരറിയാത്ത അജ്ഞാതനായ ആ സുഹൃത്തിനോട് എൻ്റെ ആ നാവ് പിഴയ്ക്ക് ക്ഷമ ചോദിക്കുന്നു.